നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ്. കാരണം നിവർത്തി സ്ഥാനാധിപതി ലഗ്നത്തിലാണ് നിൽക്കുന്നത്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴവും ലഗ്നത്തിൽ തന്നെയാണുള്ളത്. അതേപോലെ തന്നെ സഹായസ്ഥാനത്ത് ബുധശുക്ര യോഗമുണ്ട്. കർമാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് നാലാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത്. കുടുംബസംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണമുള്ളത് കാരണം ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം ഉത്സാഹം വർദ്ധിക്കുമെങ്കിലും വർദ്ധിച്ച രീതിയിലുള്ള പ്രവൃത്തിക്കും പെരുമാറ്റത്തിനും അനുസരിച്ചുള്ള നേട്ടങ്ങൾ ചില സമയത്ത് കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കാരണം കൊണ്ട് തന്നെ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, അല്ലെങ്കിൽ എള്ളുതിരി കത്തിക്കുക, അല്ലെങ്കിൽ എള്ളു പായസം കഴിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് കണ്ടകശനി ദോഷത്തിന് പരിഹാരം വരുത്തണം. പിന്നെ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജന്മത്തിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അത് എന്ത് കാര്യങ്ങളും ഒരു കൃത്യതയില്ലാതെ ഉണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത നിലയിൽ ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥയാണ് വരിക. ഒരു അലച്ചിലിൻ്റെ ഒരു ലക്ഷണം തന്നെയാണത്. അപ്പോൾ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും എടുക്കുന്ന തീരുമാനം നടപ്പിൽ വരുത്തുകയും ചെയ്യുമ്പോഴാണ് അനുകൂലാവസ്ഥ ഉണ്ടാകുക. അപ്പോൾ അത് കാരണം വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ദേഷ്യം കുറച്ചുകൂടി എടുത്തിയാട്ടം കൂടും തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല എടുത്തിയാടി സംസാരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങൾക്കും യോഗമുണ്ട്. 15-ാം തീയതി വരെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ നല്ലത് ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ ഇടവരുത്താൻ സാധ്യതയുണ്ട്. അതിനുശേഷം സഹായസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളത് കാരണം ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, അതുപോലെ തന്നെ ശനിദോഷ പരിഹാരം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. 5ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജയൊക്കെ ചെയ്താൽ മേൽപ്പറയപ്പെട്ട ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. ലഗ്നാൽ നിവർത്തി സ്ഥാനാധിപതി വ്യാഴത്തോട് യോഗം ചെയ്ത് ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ നേതൃത്വ സ്വഭാവം വർദ്ധിക്കുകയും നേതൃത്വ അധികാരത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. എടുത്തിയാട്ടം കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും. ദേഷ്യം, എടുത്തിയാട്ടം എന്നീ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് നല്ല ഗുണങ്ങൾ അനുഭവിക്കാനുള്ള സമയത്തും ദോഷങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുമാത്രമല്ല, വളരെ ഉത്സാഹത്തോടു കൂടി പ്രവൃത്തി എടുത്താലും ആ പെരുമാറ്റത്തിന് പ്രവൃത്തിക്കനുസരിച്ചുള്ളൊരു പ്രതിഫലം കൈവശം വന്നില്ല എന്ന് പറയുന്നൊരു മാനസികമായിട്ട് വിഷമം അനുഭവപ്പെടാനുള്ള സാധ്യതയും അവസാന സമയത്തുണ്ട്. അതായത് മാസാവസാനം വരുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണുള്ളത്. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ, ഇടത്തിയാടിയുള്ള സംസാരം, ദേഷ്യം, ഇടത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ തൊഴിൽ എത്ര ഉത്സാഹം വർദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്ന പ്രതിഫലം കിട്ടാതെ ഇരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ. അതിനൊക്കെ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന രീതിയിലേക്ക് വരുന്നതാണ്. അതേപോലെ തന്നെ ബുധശുക്ര യോഗമുണ്ട്. 19-ാം തീയതി ബുധൻ 4ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ ശുക്രൻ അവിടെ കേന്ദ്രസ്ഥാനത്ത് ബുധനും സഹായസ്ഥാനത്ത് ശുക്രനും വരും. അപ്പോൾ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ കർക്കിടകൻ രാശിയിൽ ബുധശുക്ര യോഗം ചെയ്ത് നിൽക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ദശാസംബന്ധമായിട്ട് അനിഷ്ടപ്രദമായിരിക്കുന്ന ദശയോ അപഹാരമൊക്കെ ആണെങ്കിൽ കുറച്ച് ദോഷങ്ങളായിരിക്കും. അപ്പോൾ അതിന് മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുകയും നല്ല രീതിയിൽ പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം. അതേസമയത്ത് ദശാസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങളും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല 7ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന നേരം ദാമ്പത്യസുഖം അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും യോഗമുള്ള ഒരു മാസം കൂടിയാണ് ഈ ജൂലൈ മാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.